ഇപ്പോൾ പറമ്പിക്കുളത്ത് ഈ നമ്മോടൊപ്പം പുലിയുടെ കൊല്ലങ്കോട് ആരോഗ്യനില റേഞ്ചർ പ്രമോദ് ചേർന്നു. പ്രമോദ്, ഇപ്പോൾ അറിഞ്ഞിരിക്കും ഈ പുലിചത്തവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന് നൽകാൻ കഴിയുന്ന പ്രാഥമികമായ വിവരം എന്താണ്? മരണകാരണത്തിന്റെ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ സങ്കീർണതയുണ്ട്. നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക സൂചന എന്താണ്? നമ്മൾ കണ്ടിരുന്നല്ലോ, ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ നിരീക്ഷണത്തിൽ വെക്കുകയായിരുന്നു. അതിന്റെ എക്സ്റ്റേണൽ ഇഞ്ചുറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെട്ട ഒരു സ്ഥിതിയിലാണ് നമ്മൾ അനുമാനത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ ഇന്റേണൽ ഇഞ്ചുറി അതിനുണ്ടായിരിക്കാനാണ് ഇപ്പൊ സാധ്യത. അത് പെട്ടെന്നൊരു ഞരക്കവും ഒരു മൂളലൊക്കെ ആയിട്ട് ഡെഡ് ആവുമായിരുന്നു. അപ്പോ ഇതിനിപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഡോക്ടേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് NTCA റൂളിനനുസരിച്ചാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ. അപ്പൊ അത്തരം ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദമായ മരണകാരണം പറയണമെങ്കിൽ ഏത് എക്സ്റ്റേണൽ ഓർഗനാണ് ഡാമേജ് ആയി എന്നറിയണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ പറയാൻ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ റെസ്ക്യൂ കഴിഞ്ഞ ഉടൻ തന്നെ അതിന് നൽകേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ നൽകാൻ കൃത്യമായി കഴിഞ്ഞിരുന്നല്ലോ പ്രമോദ്? എല്ലാം ചെയ്തു. നമ്മൾ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. 24 ന്യൂസ് അടക്കമുള്ള ചാനൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡോക്ടറും സാന്നിധ്യം ഉണ്ടായിരുന്നു, അതുപോലെ എക്സ്പേർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് കേസ്. കാരണം നമ്മൾ അതിന് പ്രാഥമികമായിട്ട് ഒരു ഒബ്സർവേഷനിൽ വെക്കാൻ ശ്രമിച്ചു. അതിന് മരുന്നുകൾ കൊടുത്തു, അതുപോലെ വെള്ളങ്ങൾ നനച്ചു. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ട്രാവലിംഗ് ചെയ്ത് അതിന് ബോഡി അനക്കാതെ ഒരു ഒബ്സർവേഷനിലായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി അത് ഡെഡായിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രമോദ്, ഒരു കാര്യം കൂടി സ്വാഭാവികമായ ഒരു റേഞ്ചർ എക്സ്പീരിയൻസ് നിന്നും ചോദിക്കുകയാണ്. ഈ അവശയായ ഒരു പുലിക്ക് നേരെ ഇത്തരത്തിൽ ഡാർട്ടിംഗ് നടത്തി ഈ മയക്കുവെടി വെക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ആരോഗ്യ പ്രശ്നത്തിന് സാധ്യതയുണ്ട്. കാരണം 5-6 മണിക്കൂറുകളായി വേലിക്കുരുക്കിൽ കുടുങ്ങിയ ഒരു പുലിയാണ്. അതങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ? പ്രോബിലിറ്റി ഉണ്ടോ അതിന്? നമ്മൾ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് എന്നതിനപ്പുറം ഒരു വിദഗ്ധ അഭിപ്രായം തന്നെയാണ് വേണ്ടത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സും അതുപോലെ മറ്റേ അതിന്റെ വന്നിട്ടുള്ള എക്സ്പേർട്ട് ടീമും മരുന്ന് ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമുക്ക് ഇതിനെ നേരെ കൂട്ടിൽ കയറ്റി അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു അഗ്രസീവ്നെസ്, കാരണം ആ കുരുക്ക് പൊട്ടിയാൽ ഉണ്ടാവുന്ന അപകടാവസ്ഥ, കാരണം ആളുകൾ പിന്നെ മാധ്യമങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ ചെയ്തതിലും വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മരുന്ന് മാത്രമേ ഉള്ളിൽ കയറിയിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമ്മൾ ആ റെസ്ക്യൂ ചെയ്തതിന് ശേഷം അത് എണീറ്റ് നിൽക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്ന ഇത് ഇന്റേണൽ ഏതെങ്കിലും ഒരു ഓർഗൻ ചിലപ്പോൾ കട്ടായിട്ടുണ്ടെങ്കിൽ അതാവാം മരണകാരണമെന്ന് അനുമാനിക്കുന്നു. എന്തായാലും അതാണ് പറഞ്ഞത്. അത്തരം ഒരു നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ റേഞ്ച് ഓഫീസർ എന്ന നിലയ്ക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. അത് വിദഗ്ധരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുള്ള കാര്യങ്ങളിലേ പറയാൻ കഴിയുള്ളൂ. ശ്രീ പ്രമോദ്, അവസാനമായി ഒറ്റ കാര്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാണ്. അവിടെ ഒരു പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. കാരണം മണിക്കൂറുകളോളം വേലിക്കമ്പിൽ കുടുങ്ങിയ ഒരു പുലിയെ രക്ഷിക്കാനൊരു വൈകലുണ്ടായി. ചിലപ്പോൾ വൈകാരികമായ ഒരു പ്രതികരണമായിരിക്കാം. അത്തരത്തിലൊരു പാളിച്ച ഈ ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ, നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അതില്ല. കാരണം അതിലെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ തന്നെയാണ്, വനവകുപ്പ് തന്നെയാണ്. ഈ രാവിലെ തന്നെ നമുക്കിവിടെ അനിമൽസിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റാഫും വാച്ചർമാരുടെ നിരീക്ഷണത്തിനുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത് നമ്മൾ തന്നെ നേരത്തെ അറിയുകയും പിന്നെ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ, കാരണം ഒരു വൈൽഡ് അനിമൽ, പ്രത്യേകിച്ച് പുലി പോലുള്ളതിനെ വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രിക്വേഷൻ എടുക്കണം. പിന്നെ ജനങ്ങളുടെ സേഫ്റ്റി, അങ്ങനെ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുത്തിട്ട് വേണം അതിനടുത്തേക്ക് പോകാൻ. അപ്പോൾ അതിനുള്ള എനിക്ക് തോന്നുന്ന സമയം നമ്മൾ ലാഗ് ചെയ്തിട്ടില്ല. നമ്മൾ അറിഞ്ഞ സമയം മുതൽ ഓരോ ആളുകളെ കോൺടാക്ട് ചെയ്യും. അവരും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതും നീക്കങ്ങളെല്ലാം നടത്തിയതാണ്. രക്ഷിക്കാനുള്ള ആവുന്ന എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. ഓക്കെ, ശരി. കൊല്ലങ്കോട് റേഞ്ച് ഓഫീസറാണ് നമ്മോട് പ്രതികരിച്ചത്. നിഖിൽ പ്രമേശ് ചെയ്തു. നിഖിൽ, ഇപ്പോൾ ഈ കൊല്ലങ്കോട് റേഞ്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ പ്രാഥമികമായ ഒരു അനുമാനം ഒരു ഇന്റേണൽ ഇഞ്ചുറി, സ്വാഭാവിക ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ നാട്ടുകാർക്ക് വൈകാരികമായി ഈ പ്രതികരിച്ചതുപോലെ ഒരു ലാഗിന്റെ ഒരു സംഭവം അവിടെ ഇല്ല എന്നാണ് റേഞ്ചർ പറയുന്നത്. സ്വാഭാവികമായും ഈ വന്യമൃഗ ശല്യമുള്ളൊരു മേഖലയാണ്, വനം വകുപ്പിന്റെ മോണിറ്ററിംഗ് സ്ഥിരമായി നടക്കുന്ന മേഖലയാണ്. അങ്ങനെ ഒരിടത്ത് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ വനം വകുപ്പ് എത്താൻ വൈകി എന്ന ആരോപണം അത് എത്രത്തോളം ആധികാരികമാണ്? റേഞ്ചർ അത് നിഷേധിക്കുന്നു.
സുഹൈൽ, ഇവിടെ നമുക്കറിയാം ഡോക്ടർ എത്തുന്നതിന് വേണ്ടി, അതായത് തൃശ്ശൂരിൽ നിന്നാണ് വെറ്ററിനറി സർജൻ എത്തിയത്. അക്കാര്യങ്ങളിലാണ് വീഴ്ച ഉണ്ടായത്, അല്ലാതെ പാലക്കാട്ടെ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് പ്രദേശവാസികളൊന്നും തന്നെ പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ എത്താൻ വേണ്ടി ഒരുപാട് കാലതാമസമുണ്ടായി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അതിനുള്ളൊരു കാലതാമസം, അതോടൊപ്പം തന്നെ ഈ കൂട് ധോണിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ളൊരു കാലതാമസം, അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സംഘം നടത്തിയ ഈ പുലിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം അത് വളരെയധികം ശ്രമകരമായിരുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെയധികം എന്താ പറയുക, വളരെ സാഹസികമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു. സത്യത്തിൽ ഈ മയക്കുവെടി ഏൽക്കാത്ത പുലിയെ കൈകൾ കൊണ്ട് തന്നെ പിടിച്ച് ഇതിനകത്തേക്ക് അവർ പ്രവേശിപ്പിക്കുകയായിരുന്നു. അത് വളരെയധികം ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ കുരുങ്ങി കിടക്കുകയായിരുന്നു പുലിയുടെ. ഞങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നമ്മുടെ വാർത്താ സംഘം എത്തുമ്പോൾ നമ്മൾ കണ്ടത് പുലിയുടെ വാലും അതോടൊപ്പം തന്നെ ഈ കാലിന് താഴെ ഭാഗത്തുള്ള ഒരു ഭാഗവും കുരുങ്ങിക്കിടക്കുകയായിരുന്നു ഈ കമ്പിവേലിയിൽ. അതിനെ അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് അത് ശ്രമിക്കുകയും മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് അല്പം അതിനെ ഒരു ഭാഗത്തെ, അതായത് ഈ വാൽ ഭാഗത്തെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും പിന്നീട് അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ RRT സംഘം എത്തിയ ശേഷമാണ് അവസാനത്തെ കുരുക്ക് അഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് അവർ എത്തിച്ച പ്രത്യേക കൂട്ടിലേക്ക് പുലിയെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത്. അത് വളരെ സാഹസികമായിട്ടുള്ള ദൗത്യം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള RRT സംഘമാണ് ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചത്. ഒരു ഷീൽഡ് മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ആ ഷീൽഡ് ഉപയോഗിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഈ കൂടിനകത്തേക്ക് അവർ പ്രവേശിപ്പിച്ചത്. പിന്നീടുള്ള നടപടികളൊക്കെ വളരെ വേഗത്തിലായിരുന്നു. അതായത് രാവിലെ പുലർച്ചെയാണ് ഈ പുലി ഇതിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായതെങ്കിലും ഈ RRT സംഘം അതിന്റെ അരികിലേക്ക് എത്തിയതിനു ശേഷം വളരെ അതിവേഗത്തിലായിരുന്നു നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചത്. പക്ഷേ ഈ ഡോക്ടർ എത്തുന്നതിനും അതിന്റെ പ്രാഥമികമായ അതിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും ഉണ്ടായ വീഴ്ചയാണ് നാട്ടുകാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തുടർ നടപടി എന്നുള്ളത് പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടം തന്നെ അധികം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരൂ. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും. എന്തായാലും ആന്തരികമായിട്ടുള്ള രക്തസ്രാവമായിരിക്കാം ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി വനവകുപ്പിന്റെ വിലയിരുത്തൽ. അല്പസമയത്തിനകം ഈ ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയുള്ളൂ. സുഹൈൽ, ശരി. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിൽ കുടുങ്ങിയ പുലി ചത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുക്കം വരുന്നത്. സംഭവത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്ത് തന്നെയാലും വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നേ തീരുകയുള്ളൂ.